ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന 650 ഫ്യൂവൽ പമ്പാണ് കസ്റ്റമർ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുവന്നത്. നല്ല മിസ്സിങ്ങാണ്. അതായത് ഒരു 4000 RPM ഒരു വലിയ കുഴപ്പമില്ല. ഒരു 5000 6000 RPM മുകളിൽ വണ്ടി കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വണ്ടി പിടിച്ച് നിർത്തുക, റോഡിൽ അങ്ങ് നിന്നു പോകും. അതേ രീതിയിൽ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുവന്നൊരു വണ്ടിയാണ്. നിങ്ങൾ ആ ഫ്യൂവൽ ഫിൽറ്ററും സത്യം പറഞ്ഞാൽ ഫ്യൂവൽ പമ്പൊക്കെ കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കായിട്ട് വണ്ടി നീങ്ങാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ അഴുക്ക് കണ്ട് താഴെ കാണുന്നത് ഫുള്ള് അതേമാതിരിയായിരുന്നു. അതുപോലെ ത്രോട്ടിൽ ബോഡി കാർബൺ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ഫ്യൂവൽ ഫിൽറ്ററൊക്കെ സമയം കഴിഞ്ഞ് മാറി വിട്ടില്ലെങ്കിൽ പണി ഇതുപോലെ തന്നെ കിട്ടും. അത് കൂടാതെ വേറൊരു റീസൺ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു യഥാർത്ഥ റീസൺ. കസ്റ്റമർ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുവരുന്ന 2 ദിവസം മുന്നേ ഷോറൂമിൽ കാണിച്ച വണ്ടിയാണ്. അവരെ കാണിച്ചപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് ഓടിച്ച് നോക്കിയിട്ട് ഏതൊരു പൊട്ടനും മനസ്സിലാവും മിസ്സിങ് ഉണ്ടെന്ന്. ഷോറൂമുകാർക്ക് മാത്രം മനസ്സിലായി. അവർ പറഞ്ഞെന്താണ് 5000 6000 RPM മുകളിൽ കയറിക്കുന്ന എൻജിൻ ബ്രേക്കാവും, പൊട്ടിപ്പോകുന്നു. സത്യം പറഞ്ഞാൽ എന്നാ പുണ്ണാക്ക് ഉണ്ടാക്കിയിട്ടാണ് ഇവരൊക്കെ ഈ ഷോറൂമിൽ ഇരിക്കുന്നത്. ഒരു വണ്ടി കച്ചവടമാക്കി പോകേണ്ട ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചിന്താഗതിയില്ല ഇവർക്കൊക്കെ. ഒരു കസ്റ്റമറോട് ഇങ്ങനെ പറഞ്ഞു വിടും. പിന്നെ ഈ പറഞ്ഞ മെക്കാനിക്കലിനോട് ഞാനൊരു ഡയലോഗ് പറയാം. ഇത് MATയോ അല്ലെങ്കിൽ സാധാ 100cc വണ്ടിയൊന്നും അല്ലല്ലോ പൊട്ടിത്തെറിച്ച് പോകാനുള്ള ഒരു കാര്യം. പിന്നെ ഈ GT പേരുള്ള സാധനം എന്ന് പറഞ്ഞാൽ കൈ കൊടുത്ത് ഓടിക്കാനുള്ള ഒരു വെപ്പൺ തന്നെയാണ്. ഫുൾ പൊട്ടൻഷ്യലി ഓടിക്കാനുള്ള ഒരു മെഷീൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വണ്ടിയെ നിങ്ങൾ അപമാനിക്കല്ലേ. സത്യമായിട്ടും പറയുവാണ്. നിങ്ങൾ ഇപ്പം നോക്ക് വണ്ടി